പലരും എന്നോട് ചോദിക്കാറുണ്ട്, അനേകം നായികമാരുമായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ, ഇതിലാരെയാണ് കൂടുതൽ ഇഷ്ടം? വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണിത്. അങ്ങനെ പ്രത്യേക ഇഷ്ടം ഒരാളിനോട് തോന്നുന്നത് വരെ അതിനും കൂടെ അഭിനയിക്കുന്നതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഒന്നാമതായി പ്രത്യേകിച്ച് ഇവർ ഉദ്ദേശിക്കുന്നത് ഷീല, ജയഭാരതി, ശാരദ, പിന്നെ ശ്രീവിദ്യ, ഇവരെ 4 പേരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആര് മെച്ചം, ആരോട് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ ബഹുമാനം എന്ന് ചോദിച്ചാൽ എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരോടും ബഹുമാനമാണ്. കാരണം നോക്കി, ഷീല അഭിനയിക്കുന്ന നല്ല റോളുകളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവരെങ്ങനെയായിരിക്കും എന്നൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ബുദ്ധിമുട്ടാണ്, അത് ചെയ്യാൻ സാധിക്കില്ല മറ്റുള്ളവർക്ക്. ശാരദ അഭിനയിച്ച റോളുകളും അതുപോലെ തന്നെയാണ് ജയഭാരതി അഭിനയിച്ച പല ക്യാരക്ടേഴ്സും മറ്റ് 2 പേരും അഭിനയിച്ചാൽ അത്ര ശരിയാവില്ല. ശ്രീവിദ്യയുടെ കാര്യം പിന്നെ പറയും വേണ്ട. ശ്രീവിദ്യയാണ് ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയത്. ഞാനും കുറച്ച് ഒരു മിഡിൽ ഏജായി, തടിച്ച്, പണ്ട് വലിയ തടിയൊന്നും ഇല്ലായിരുന്നില്ല, ഇതായതിനു ശേഷമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു നല്ല പെയറായിട്ട് പൊതുജനങ്ങൾക്ക് തോന്നി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ പ്രായത്തിൽ ഉള്ള ഇതുണ്ടല്ലോ, ആവുന്ന ആ ക്യാരക്ടേഴ്സൊക്കെ വളരെ നല്ലതുമായിരുന്നു. അവർ ഭംഗിയായിട്ട് അഭിനയിച്ചു, ഞാനും അഭിനയിച്ചു. അവരൊന്നൊരു മറ്റേത് മോശമെന്നല്ല പറയണേ, ഈ സിനിമയിലല്ല, എൻ്റെ കൂടെ അഭിനയിച്ചതിലുമല്ല, അല്ലാതെ തന്നെ ലൈഫിൽ കഴിവുകളെ പറ്റി പറഞ്ഞാൽ അവരുടെ കഴിവ് മറ്റുള്ളവരെ കഴിവ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മറ്റവർക്കും വേറെ കഴിവുകൾ പലതും ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ സിനിമയെ സംബന്ധിച്ചിടത്തോളം, ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം അവരഭിനയിക്കും, വേണ്ടി വന്ന പാടും. പിന്നൊന്ന്, ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ഏത് ഭാഷയിൽ വേണമെങ്കിലും അഭിനയിക്കും, സംസാരിച്ചഭിനയിക്കും. അതിന് വേറൊരാൾ ഡബ് ചെയ്യണ്ട. മലയാളത്തിലെ പല നടികളെയും ശബ്ദം മറ്റ് പലരുടെയുമാണ്. നേരെ ചൊവ്വേ മലയാളം പറയാൻ അറിയാൻ പാടില്ല എന്നിട്ട്. പക്ഷേ ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റാരുടെയും ശബ്ദത്തിൻ്റെ പുറകെ പോയിട്ടില്ല. എല്ലാ പടങ്ങളിലും അവരുടെ ശബ്ദം തന്നെയാണ്. തെലുങ്കിൽ അഭിനയിച്ചാലും അതെ, ഹിന്ദിയിലായാലും അതെ, തമിഴിലായാലും അതെ. പിന്നെ സ്വയം പാടും. അമ്മ വലിയ പാട്ടുകാരിയായിരുന്നല്ലോ. സ്വയം പാടും, നല്ല നർത്തകിയാണ്. അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു വന്നാൽ നല്ലപോലെ പ്രസംഗിക്കും. കുറേയൊക്കെ ഈ ആത്മീയം ഇതൊക്കെ വായിച്ച് പഠിച്ചിട്ടുമുണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മെച്യൂർ ഒരവസ്ഥയിലാണ് ഞാനും അവരുമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഇവർ തന്നെ ഇപ്പോൾ ജയഭാരതി അഭിനയിച്ച കഥാപാത്രം ചിലത് ശ്രീവിദ്യ അഭിനയിച്ചാൽ അത്രയും നന്നാവുമെന്ന് എനിക്കറിയില്ല. സെയിം വിത്ത് ശാരദ, അതുപോലെ തന്നെ ഷീല ഇവരെല്ലാം തന്നെ, ഈ പറഞ്ഞവരെല്ലാം തന്നെ ശ്രീവിദ്യ പോയി. ജയഭാരതിയുടെ കാര്യമാണെങ്കിൽ അവർ അധികം പബ്ലിക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യില്ല, അധികം സംസാരിക്കാനേ പോകണില്ല അവർ. പക്ഷെ ഇവിടെ ട്രിവാൻഡ്രത്തെങ്ങനെ വരാൻ നേരത്തെ ഇവിടെ കൂടെ വരാറുണ്ട്. അവരിങ്ങനെ പബ്ലിക്കുമായിട്ട് വലിയ കോൺടാക്റ്റ് ഇല്ല, അധികം ആരെയും വിളിക്കാറില്ല. ശാരദ അങ്ങനെയല്ല, ശാരദയ്ക്ക് വയ്യ. ശാരദയ്ക്ക് ഏതാണ്ട് എൻ്റെ സ്ഥിതിയാണ്. എണീറ്റ് കൂളായിട്ട് നടന്ന് പുറത്ത് പോകാനോ ഒന്നുമില്ലെന്ന് മാത്രമല്ല, അവർക്ക് നല്ല സുഖമില്ല. ഒരു വെർട്ടിഗോയാണോ അതോ തലക്കറക്കമാണോ എന്താണോ, ആരുടെയെങ്കിലും സഹായമില്ലാതെ അവർക്ക് പുറത്ത് പോകാൻ വിഷമമാണ്. അതുകൊണ്ട് വല്ലപ്പോഴും കാറിൽ കയറി വന്ന് കറങ്ങുന്നതല്ലാതെ അവരൊന്നിനും പോകുന്നില്ല. ബട്ട് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും മിക്കവാറും ആഴ്ചയിലൊരിക്കൽ ഒരു പ്രാവശ്യം അവർ വിളിക്കാതിരിക്കില്ല. അപ്പോൾ അത്ര അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ. ഈ ശാരദ അഭിനയിച്ചിട്ടുള്ള റോളുകൾ, നാം ആനന്ദിച്ചിട്ടുള്ള റോളുകൾ, ഏത് പടമായിക്കോട്ടെ, ഒന്നും ഞാൻ പറയണില്ല. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ തന്നെ പടമായി, സ്വയംവരമായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ വേറെ പല പടങ്ങളും ഉണ്ടല്ലോ. ഇതിന് അവാർഡ് കിട്ടി, അല്ലാതെ അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. ഏതിലും ആയിക്കോട്ടെ, ഈ അഭിനയിച്ച പടങ്ങളൊക്കെ തന്നെ ഇന്ന് കാണുമ്പോൾ മറ്റൊരു നടിയെ ഇത് അഭിനയിപ്പിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും ക്വാളിറ്റീസ്, അവരുടേതായിട്ടുള്ള വ്യക്തിത്വം, ഈ അഭിനയത്തിന് അവരുടെ കോൺട്രിബ്യൂഷൻ വലുതാണ്. അത് ഷീലയും അതെ, ജയഭാരതിയും അതെ, ശ്രീവിദ്യയും അതെ, അതുപോലെ തന്നെ ശാരദയും.
ഇതിൽ ആരോടാണ് പ്രത്യേകിച്ച് താല്പര്യം ചോദിച്ചാൽ പറയാനൊക്കില്ല. 4 പേരും വ്യക്തിപരമായിട്ട് എന്നോട് എന്താ പറയാൻ എന്നോട് സ്വന്തം സഹോദരങ്ങളെ പോലെയാണ് അവരെല്ലാം എന്നോട് പെരുമാറിയിട്ടുള്ളത്. ആ സ്നേഹം എന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരിൽ നിന്നും എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പലപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവർ മലയാള സിനിമയുടെ ആ കാലത്ത് ഇന്നത്തെ പോലെ കോടികളൊന്നും വാങ്ങിക്കാത്ത ആ കാലത്തുണ്ടല്ലോ, ചില്ലറ 100കളോ 1000കളോ ഒക്കെ വാങ്ങിച്ചിരുന്ന ആ കാലത്ത് അവർ മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്തുമാത്രമെന്ന് ചോദിച്ചാൽ ഉത്തരം പറയാനൊക്കില്ല. വളരെ വളരെ വളരെയേറെ. പലരും മാനസമയനെ വരൂ എന്ന പാട്ടിനെക്കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ എഴുതിയത് വയലാറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുമ്പോഴേ ഞാൻ പറയും അത് ഒരാൾ എഴുതും, വേറൊരാൾ ട്യൂൺ ചെയ്യും, ഇന്നൊരാൾ പാടും, അത് സാധാരണ തന്നെ. പക്ഷേ അത് മന്നാടെ ഇങ്ങനെ പാടിയ പാട്ട്, അതിനകത്ത് ഈ ഉച്ചാരണ അശുദ്ധി ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പോഴും അതിന് ഇത്രയും വില എന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല പാട്ടുകളുടെ ഒരു 10 പാട്ടുകളുടെ പേര് പറഞ്ഞാൽ അതിൽ ഏറ്റവും നല്ലതെന്നോ ഒന്നാമതെന്നോ പറഞ്ഞില്ലെങ്കിലും ഈ 10ൽ മാനസമേനേ വരുമുണ്ട്. അതിൻ്റെ ഈ ഉച്ചാരണം കേട്ട് കഴിഞ്ഞാൽ അയ്യോ, ഇത് എനിക്ക് സംശയം തോന്നിയ കാര്യമാണ്. ഇത് ഷൂട്ടിങ്ങിൽ ഞങ്ങൾ തൃശ്ശൂരൊറ്റ പോയപ്പോഴാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്നത്. ഞാനവിടെ തൃശ്ശൂർ പാലസിൽ അവിടെയാണ് താമസം. അവിടെ ഇരുന്നിട്ടാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഭഗവാൻ, ഞാൻ വേണമല്ലോ ഇത് പാടാൻ. ഈ മാനസമേനെ വറു മധുരം നുള്ളി തറു, ഇത് ഞാൻ പാടിയാൽ ആളുകൾ തിയേറ്ററിൽ ഇരുന്ന് പോവില്ലേ, എങ്ങനെ ഇത് ശരിയാവും എന്ന് സത്യത്തിൽ എനിക്ക് തോന്നി. ഞാൻ കാര്യമായിട്ടിനോട് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ പലരെ കൊണ്ടും പാടിച്ച് നോക്കും, പക്ഷേ ഈ ഫീല് വരണില്ല. ഇതിനകത്തുള്ള മന്നാടയുടെ ഫീല് മറ്റാർക്കും വരണില്ല. അതാണ് സംഭവം. നമുക്ക് നോക്കാം. സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ, അപ്പോഴാണ് പടം ഇറങ്ങി, പടം റിലീസായി കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കേട്ടവർ ഈ റായും റൂയും ഒന്നും കേട്ടില്ല. ആ പാട്ടേ കേട്ടുള്ളൂ, പാട്ടിൻ്റെ ഉച്ചാരണമൊന്നും അവർ നോക്കിയില്ല. അപ്പോൾ പാട്ടിൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ പാട്ട് അനുഭവിക്കുന്നത് ആ പാട്ടിൽ അടങ്ങിയിട്ടുള്ള വികാരത്തിലൂടെയാണ്. ഫീലിംഗ്, അത് മന്നാടേക്ക് ഉള്ള ഫീലിംഗ് നാം ഊഹിക്കുന്നതിലോ നാം മനസ്സിലാക്കുന്നതിലോ ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് അത് പാടിപ്പോകുമ്പോൾ ആ വികാര തീവ്രതയുടെ കൂടെ നമ്മളങ്ങ് ഒഴുകിപ്പോവുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ പാട്ട് എന്ന് സ്വീകരിച്ച് കഴിഞ്ഞല്ലോ. അതാണ് ഈ സംഗീതത്തിൻ്റെ ഒരു വലിയ മഹാത്മ്യമെന്ന് പറഞ്ഞാൽ, സംഗീതത്തിലൂടെ വരുന്ന വികാരം, സംഗീതത്തിലൂടെ വരുന്ന ഫീലിംഗ്, അതാണ് അതിൻ്റെ ഉച്ചാരണത്തെക്കാളും ഈ ഭാഷയുടെ ശുദ്ധിയേക്കാളും മറ്റെന്തിനേക്കാളും വലുത്. അതിൻ്റെ പാരമ്യത്തിലെത്തിയ ഒരു പാട്ടാണ് മാനസമേനേ വരൂ. അതാണ് അതിൻ്റെ വിജയവും. അത് മനസ്സിലാക്കാൻ കുറേ താമസിച്ചു. കൂടെ പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ അവർക്കറിയാൻ പറ്റില്ലല്ലോ. സത്യൻ സാറായിട്ടുള്ള ആളുകളുടെ കൂടെ പ്രവർത്തിച്ചവനാണ് ഞാൻ. സത്യൻ സാറ്, നസീർ, അത് കഴിഞ്ഞിട്ട് ആരോ ഒക്കെ, പിന്നെ സോമൻ, സുകുമാരൻ, ജയൻ, ഇവരൊക്കെ കൂടെ എല്ലാവരുമായിട്ട് സത്യൻ സാറ് തൊട്ട് ഏതാണ്ട് ഇന്ന് വരെയുള്ള ആർട്ടിസ്റ്റുമായിട്ടുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിൽ ഇക്കാലത്ത് പ്രത്യേകം പറയുകയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ഇവരെല്ലാം ഞാനൊരു ഏതാണ്ട് ഒരു എൽഡർലി ക്യാരക്ടർ എടുക്കാൻ തുടങ്ങിയതിന് ശേഷം വന്നവരാണ്. അവരിൽ എല്ലാവരുടെ അടുത്തും എനിക്ക് വലിയ എന്തെന്ന് പറയാൻ അപ്രീസിയേഷനാണ്, ബഹുമാനമാണ്. കാരണം ഞങ്ങളെക്കാളുമൊക്കെ ഞങ്ങളെക്കാൾ അവരുടെ പൂർവികന്മാരെക്കാളുമൊക്കെ ഒരു സ്റ്റെപ്പെങ്കിലും മുകളിലുള്ള ക്വാളിറ്റി ഉള്ളവരാണ് അവരെല്ലാം തന്നെ. അതിൽ സുരേഷ് ഗോപി ഇപ്പോൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടിയിരിക്കുന്നു. കാരണം മലയാളം സിനിമാ നടന്മാരിൽ ആരും തന്നെ എം പിമാരാവുകയോ
മന്ത്രിമാരാകുകയോ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മന്ത്രി എന്ന സുരേഷ് ഗോപി സത്യത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു അഭിമാനമാണ്, ഞങ്ങൾക്കെല്ലാം അഭിമാനമാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഇവിടെ വന്നു എൻ്റെ ആദ്യത്തെ പിറന്നാളിന് വന്നില്ല, വലിയ 90ാമത്തെ പിറന്നാൾ വലുതായിട്ട് ഇവിടെ ആർഭാടമായിട്ട് കൊണ്ടാടിയപ്പോൾ സുരേഷ് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. ഏതായാലും 91ാമത്തെ പിറന്നാളിന് ഇവിടെ വന്നു, എനിക്ക് സമ്മാനമൊക്കെ തന്നു, ഭാര്യാസമേതനാണ് വന്നത്. അപ്പോൾ എന്തെല്ലാം ആയിക്കഴിഞ്ഞാലും സ്നേഹമെന്നുള്ളതും കുടുംബമെന്നുള്ളതും മറക്കാത്തൊരു വ്യക്തി, അതാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകത. ഒരു വികാരജീവിയാണ്, വികാരമായിട്ടെല്ലാം പറയും, പക്ഷെ ഉള്ളിൽ നിറച്ച് നന്മയാണ്, ഉള്ളിൽ നിറച്ച് സ്നേഹമാണ്. അത് മറ്റുള്ളവർ പലരും ഇങ്ങനെ അമർത്തി വെച്ചിട്ടുണ്ടാവും, ആവശ്യത്തിന് മാത്രം പ്രകടിപ്പിച്ചു എന്ന് വരാം. സുരേഷ് അങ്ങനെയല്ല, ഈ മനസ്സിൽ വരുന്ന കാര്യം അതുപോലെ പ്രകടിപ്പിക്കും. അത് വച്ചുകൊണ്ടിരിക്കാൻ സുരേഷിന് കഴിയില്ല. അതാണ് സുരേഷിൻ്റെ ഒരു പ്രത്യേക, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നന്മയും വിജയവും അതുതന്നെയായിരിക്കാം. ഈശ്വരൻ ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, വളർച്ച കൊടുക്കട്ടെ. ഇന്ന് മലയാള സിനിമയിൽ കാരവൻ ഒരു വലിയ കഥാപാത്രമാണ്. ഈ കാരവൻ പണ്ടില്ലായിരുന്നു. അപ്പോൾ ഇല്ലാതെ ഇത്ര 50 വർഷത്തെ 60 വർഷത്തെ കഥയാണിത്. ഇതിൻ്റെ ഒരു 40ാമത്തെ വർഷമൊക്കെ ആയിരിക്കും ഈ കാരവൻ വരാൻ തുടങ്ങി. അങ്ങനെയുള്ള ചേഞ്ചസ്, എന്തെല്ലാം ചേഞ്ചസ് വന്നിരിക്കുന്നു. അന്ന് പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ തന്നെ ഞങ്ങൾ ഇത് ഷൂട്ടിങ്ങിന് പോയി, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കടപ്പുറത്ത് ചെമ്മീൻ്റെ തന്നെ ഷൂട്ടിങ് നടക്കുന്ന കടപ്പുറത്ത് കൂരയിൽ കയറി തുണി മാറാം, അല്ലാതെ കുറച്ച് കുരയ്ക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് ദൂരെ എങ്ങാനും പോയി പെണ്ണുങ്ങൾക്ക് തുണി മാറണമെങ്കിൽ ആരെങ്കിലും സാരിയോ വല്ലതും കൊണ്ട് മറ പിടിക്കുക, അപ്പുറത്ത് നിന്ന് ഡ്രസ്സ് മാറുക, അത്ര അങ്ങനെയുണ്ട്. പക്ഷേ അന്നത് ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. പുറത്തു പോയിട്ട് ഒരു എന്താ പറയാൻ കാരവനില്ലാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ്. SP പിള്ള ചേട്ടൻ, SP പിള്ള ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കടപ്പുറത്താണ്, അദ്ദേഹത്തിന് മൂത്രമൊഴിക്കണമെന്ന് തോന്നി. നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല, 4 വശവും പിള്ളേർ, എവിടെ പോയിരുന്നാലും രക്ഷയില്ല. ആകെ പിള്ളേരില്ലാത്ത കടലിൽ മാത്രമേ ഉള്ളൂ. ഇതേ നേരെ കടലിൻ്റെ കരയിൽ പോയിട്ട് കടലിലോട്ട് നോക്കി നിന്ന് പതുക്കെ മൂത്രമൊഴിക്കാൻ ആരംഭിച്ചു. പിള്ളേരെല്ലാം കൂടെ ഓടി അങ്ങോട്ട് പോയി. മൂപ്പരെന്ത് ചെയ്യുന്നത് അതുപോലെ തന്നെ, കടൽ വീഴുന്ന ചാവരുത്തേണ്ട അവർ കാണാനെല്ലാം കണ്ടെന്നുകൊണ്ട് അവരുടെ മുമ്പ് വന്ന് കാര്യം അങ്ങ് സാധിച്ചു. അതായിരുന്നു ഈ കാരവനില്ലാത്ത കാലത്തുള്ള അവസ്ഥ. പക്ഷേ ഇതെല്ലാം ഒരു രസമായിട്ടെന്ന് തോന്നിയിരുന്നതല്ലാതെ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണെന്ന് ആർക്കും തോന്നിയിരുന്നില്ല. ഇന്നിപ്പോൾ കാരവനുള്ള ആളുകൾക്ക് വളരെ എന്താ പറയാൻ സുഖമാണ്. ഈ കാരവൻ കിട്ടാത്ത ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല, ജൂനിയർ ആർട്ടിസ്റ്റും അല്ലാത്തവരും, കാരവൻ ഇല്ലാത്തവർ, അവർക്കിതൊരു വലിയ ഇതായിട്ട് തോന്നും. മറ്റത് അങ്ങനെയല്ല, ഇത് വലിയ ഇത് ഹീറോ ആയാലും ശരി, ഹീറോയിനായിരുന്നാലും ശരി, ഡയറക്ടറായിരുന്നാലും ശരി, പിയൂണായിരുന്നാലും ശരി, ചായ അടിച്ച് കൊടുക്കുന്ന പയ്യനായിരുന്നാലും ശരി, ഫെസിലിറ്റീസ് എല്ലാവർക്കും ഒന്നുപോലെയായിരുന്നു. ആ ഒരു ഡെമോക്രസി നഷ്ടപ്പെടുത്തി എന്നുള്ളതല്ലാതെ കാരവൻ ഒരു നല്ല കാര്യമാണ്.